ദാരികനെ അവൾ വധിച്ചു. രുദ്രന്റെ തൃക്കണിലെ തീയിൽ നിന്നും പിറന്നവൾ. മഹാകാളി ദാരികന്റെ ശിരസ് അറുത്തെടുത്തിട്ടും അടങ്ങാത്ത പകയോടെ പ്രപഞ്ചത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ഉതകുന്നു. ഉഗ്രകോപത്തിൽ ഭദ്രകാളി താണ്ഡവം തുടർന്നു. അസുരശിരസും കൈയിലേന്തി ദിഗന്ധങ്ങൾ നടുങ്ങുന്ന അട്ടഹാസത്തോടെ ആടിത്തിമർത്ത ദേവിയുടെ രൗദ്രഭാവം കണ്ട് ദേവാദികളിൽ പോലും ഭയം നിറച്ചു. അവസാനം അവർ അദ്ദേഹത്തിൽ തന്നെ അഭയം തേടി. ദേവിയുടെ കോപം സർവ്വലോകത്തെയും ചുട്ടിരിക്കുമെന്ന് അവർ പരമേശ്വരനെ ബോധിപ്പിച്ചു. സകലതിനെയും വിഴുങ്ങാൻ പാഞ്ഞെടുക്കുന്ന കാളിയുടെ രൗദ്രഭാവം അടക്കാൻ ശക്തി കൊണ്ടാവില്ലെന്ന് മഹാദേവൻ അറിയാമായിരുന്നു. ആ കോപാഗ്നിയെ തണുപ്പിക്കാൻ ദേവിയിലെ അമ്മയെ ഉണർത്തുകയെ വഴിയുള്ളൂ എന്ന് കണ്ട് നിർലോഭമായ മാതൃവാത്സല്യം പുറത്തുകൊണ്ടുവരാനുള്ള ലീല ഭഗവാൻ ആരംഭിച്ചു. അങ്ങനെ അവൻ അവതരിച്ചു. വടുക മഹാഭൈരവൻ ഇതേ സമയം കാളി സംഹാര താണ്ഡവം ആടുകയായിരുന്നു. ആ വിളി ദിക്കുകൾ ഭേദിച്ചുകൊണ്ട് കാളിയുടെ ചെവിയിൽ എത്തി. അമ്മയുടെ മനസ്സ് പിടഞ്ഞു. ആ ശബ്ദം തേടി അവൾ നടന്നു. അമ്മ ആ ബാലരൂപത്തെ കണ്ടതും കാളിയുടെ മനസ്സിൽ മാതൃവാത്സല്യം നിറഞ്ഞു. രൗദ്രത വെടിഞ്ഞ ദേവി അമ്മയായി. ആ പിഞ്ചു കൈകളിൽ അമ്മയുടെ വിരലുകൾ തൊട്ടു. മാതൃത്വത്തിന്റെ ആ തണുപ്പിൽ അവനെ മാറോടണച്ചപ്പോൾ അതുവരെ വിറച്ചുനിന്ന ലോകവും ശാന്തമായി. നമുക്ക് രക്ഷയായി ഇന്നും അവിടെയുണ്ട് അവൻ, വടുക ഭൈരവൻ. കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രമുറ്റത്ത് 10 അടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രപാലൻ.